കയമ ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയ ഏറ്റവും നല്ല വാസനയുള്ള കനം കുറഞ്ഞ ഏരിയ. നമ്മുടെ കോഴിക്കോട് അടുത്തൊരു ബിരിയാണി സ്പോട്ടും കൂടി വന്നിട്ടുണ്ട്. അതാണ് ബിരിയാണി മുക്കിട്ടോ. ഇവിടുത്തെ ബിരിയാണി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയാലോ. സോ കമാൺ ഗൈസ്. ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് പോവാ കോഴിക്കോടേക്കാണല്ലേ. കോഴിക്കോട് വന്ന ഒരു ബിരിയാണി കഴിക്കല് മസ്റ്റ് ആണല്ലേ. എന്നാൽ ഇതാണ് റിയാസ്ക. 28 വർഷമായിട്ട് കുക്കിങ്ങിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടിയാണ് ഈ കാണുന്ന റിയാസ്ക. നട്ടുച്ച നേരത്ത് നല്ല ദമ്മ് പൊട്ടിച്ച കയമ റൈസിന്റെ ബിരിയാണി. ഈ ഒരു ബിരിയാണി സ്പോട്ടിൽ പോയവരുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ബിരിയാണി കഴിക്കാൻ ഉച്ച സമയത്ത് ഇത്രയും ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിരിയാണി അത്ര അടിപൊളിയായിരിക്കും. അതെ, നമ്മൾ ഇവിടുന്ന് ഒരു കല്ലുമ്മക്കായി അതുപോലെ തന്നെ ചെമ്മീനും ബീഫും ഹൈദരാബാദാണ് ഓർഡർ ആക്കിയത്. ഞാൻ ഇവിടുന്ന് ഹാഫ് ബീഫ് ബിരിയാണിയാണ് വാങ്ങിയത്. പീസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 2 പീസ് മിനിമം ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് പീസായിരുന്നു ബീഫിന്റെ ഒക്കെ. തൊടുമ്പത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കയ്യിലേക്ക് പോരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുസുറു റൈസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റൈസാണ്. കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഈ ബീഫിന്റെ ഒക്കെ പീസ് നല്ല സോഫ്റ്റ് പീസ്. റൈസ് ആണെങ്കിൽ സംഭവം നൈസാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള റൈസാണോ. അപ്പൊ ഞാനിപ്പോൾ നമ്മളെ റിയാസ്കന്റെ അടുത്താണ്. റിയാസ്കാണ് ഈ ഒരു ഫുഡിന്റെ മെയിൻ ക്രെഡിറ്റ് ഇട്ടോ. അപ്പൊ റിയാസ്കനോട് ചോദിച്ചോക്കാം എന്തൊക്കെ കാര്യങ്ങളുള്ള. റിയാസ്ക, ഞാൻ നിങ്ങളെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ഫുഡ് സംഭവം കഴിച്ചു നോക്കി, അടിപൊളിയാണ്. കുക്കിങ്ങിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്? ഞാൻ ഏതാണ്ട് ഒരു 10-28 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഇടയിൽ 18 വർഷത്തോളം ഞാൻ ദുബായിലായിരുന്നുണ്ടായിരുന്നു. ദുബായിൽ ഒരുപാട് ലീഡിംഗ് ഹോട്ടലുകളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഇതിനെ കാര്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടിച്ചത്. നിങ്ങൾ എന്തോ സ്പെഷ്യൽ മസാല ഒക്കെ ഇതിന്റെ ഇടയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മള് ഇതുപോലെ നിങ്ങൾക്ക് ഒരു കൗണ്ടർ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഈ ഒരൊറ്റ കൗണ്ടറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഓഫ് ബിരിയാണികൾ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കുസുറുവിന്റെ ബിരിയാണി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. റിയാസ്ക, കുസുറുടെ കൈമ റൈസ് കൊണ്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ കസ്റ്റമേഴ്സും തന്നെ ഉസ്രു വാങ്ങുന്നതിന് ശേഷം യാതൊരു കംപ്ലൈന്റും റൈസിനെ കുറിച്ച് പറയാറില്ല. പ്രത്യേകിച്ച് ഉസ്രു നല്ല ഒരു വേറിട്ട മലബാർ ബിരിയാണിന്റെ ഒരു പ്രത്യേകത അതാണല്ലോ. ഏറ്റവും ചെറിയ റൈസ് അരി കിട്ടുക എന്നുള്ളത്. അത് ഉസ്രു എന്താണ് കീപ്പ് ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി അവർ ഉസ്രു കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. റിയാസ്ക എന്തായാലും താങ്ക് യു, വെൽക്കം. അപ്പൊ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻപള്ളിയിലുള്ള ബിരിയാണി മുക്കാണ്.